വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും വേദിയായ കൂത്താട്ടുകുളം നഗരസഭയിലെ തിരഞ്ഞെടുപ്പിൽ കലാരാജുവിന് ജയം. നഗരസഭാ ചെയർപേഴ്സണായ കലാരാജു തിരഞ്ഞെടുക്കപ്പെട്ടു. UDF പിന്തുണയോടെയാണ് കലാരാജു മത്സരിച്ചത്. കലാരാജു 13 വോട്ട് നേടിയപ്പോൾ മുൻ ചെയർപേഴ്സൺ വിജയ ശിവന് 12 വോട്ടാണ് ലഭിച്ചത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ വച്ചത്. സഹിൻ, ഏറെ വിവാദവും വാർത്തയും ഒക്കെ ആയതാണ് ഒടുവിൽ കലാരാജു തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്തു. അങ്ങനെ തന്നെയാണ്. കാരണം കലാരാജുവിനെതിരെ വിജയരാജുവാണ് മത്സരിച്ചിരുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു. അവർക്ക് 12 വോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. കലാരാജുവിന് 13 വോട്ടുകളാണ് ലഭിച്ചത്. നിലവിൽ 25 അംഗ നഗരസഭയിൽ 25 പേരാണുള്ളത്. അതിൽ 12 പേർ ഇടതുമുന്നണിക്കും ഒപ്പം തന്നെ കലാരാജുവിനെയും കൂട്ടി 13 പേർ UDFന് ലഭിച്ചിട്ടുണ്ട്. കലാരാജു നേരത്തെ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. കലാരാജു തന്നെയായിരുന്നു ഇടതുമുന്നണിക്ക് ഭാഗമായിട്ട് കോതമംഗലം നഗരസഭാ ചെയർപേഴ്സണായിട്ട് നിന്നിരുന്നത്. ഏതായാലും കലാരാജു കാലം മാറിയതോടുകൂടി UDFന്റെ നഗരസഭാ ചെയർപേഴ്സണായി കലാരാജു എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ പാർട്ടിയുടെ വിപ്പ് തനിക്ക് അനുകൂലമാണോ എന്ന് ചോദിച്ചപ്പോൾ, വിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിപ്പുണ്ടെങ്കിലും താൻ മത്സരിക്കുമെന്നുള്ളതായിരുന്നു കലാരാജു പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ കലാരാജു UDFിൽ നിന്ന് വിജയിച്ച നഗരസഭാ ചെയർപേഴ്സണായി മാറിയിരിക്കുന്നു. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തർക്കങ്ങൾ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കലാരാജു നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ളത്. എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ UDFന് കോതമംഗലം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ പോലും കലാരാജുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇവിടെ അതായത് അയൽക്കൂട്ടം സ്ത്രീകൾ കലാരാജുവിനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. 13 ലക്ഷം രൂപയുടെ അഴിമതി CDS ചെയർപേഴ്സണായിരുന്ന സമയത്ത് കലാരാജു നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആരോപണം. ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കലാരാജു UDFിൽ നിന്ന് മത്സരിച്ച് കോതമംഗലം നഗരസഭയുടെ ചെയർപേഴ്സണായി മാറിയിരിക്കുന്നത്. സേതു, ശരി സഹിൻ, വ്യക്തമാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.